കാണാതെ ആവുമ്പോ നമുക്ക് കാണാതെ ആവണല്ലോ അല്ലേ? എന്നെ കാണാതായെന്ന് പറയാൻ പറ്റുമോ? മനസ്സിലായ ഞാൻ പറഞ്ഞത് പാർവതിക്ക്? അപ്പൊ അതിനെ കുറിച്ച് ഞാനിങ്ങനെ പറയൂ, അറിയായിരുന്നു എവിടെ പോയിന്ന്? ഒരു ഐഡിയ ഉണ്ടായില്ല അല്ലേ? ഞാൻ സെറ്റിൽ വന്നപ്പോ എല്ലാരും എന്നോടാ ചോദിച്ചേ ഷൈൻചേട്ടൻ എവിടെ പോയിന്ന്. ഞാൻ ഓക്കെ. ഇനി നമ്മുടെ സിബിയുടെ അച്ഛൻ വരൂ. ബേബി എങ്ങനെ ഉണ്ടായിരുന്നു ഷെയ്നായിട്ടുള്ള നമ്മുടെ ഷൂട്ടിംഗ് സെറ്റിലെ അനുഭവങ്ങളൊക്കെ? ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രിയാണ്. രണ്ട് കെമിസ്ട്രി ഉണ്ട്. എന്താ ചോദിച്ചാൽ കേട്ടില്ല. ഞങ്ങള് തമ്മില് സിബി ഷെയ്ൻ എന്ന് പറഞ്ഞാൽ എന്റെ സുഹൃത്തിന്റെ മകനാണ്. കുട്ടിക്കാലം പോലെ എനിക്ക് അറിയാവുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണത്. അതുകൊണ്ട് ആദ്യം വന്നു കഴിഞ്ഞപ്പോ തന്നെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ സംഘടനയുടെ പുത്രനാണ് ഇപ്പൊ. അറിയാലോ, ഞങ്ങളുടെ അമ്മ സംഘടനയുടെ വളർത്തുപുത്രനാണ്. അപ്പൊ ആ വളർത്തുപുത്രനെ നോക്കേണ്ട കടമ ചുമതലയൊക്കെ എന്നിലായിരുന്നു. പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ള വെച്ചാല്, ഞാൻ പലപ്പോഴും പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥയിൽ പോലും ഷെയ്ൻ ഭയങ്കര കൺട്രോളായിട്ട് പോയ ഒരു സിനിമയാണത്. ഞാൻ ആലോചിച്ചു ഈ കയ്യിൽ ഇത്രയും കൺട്രോൾ ഉണ്ടോ എന്നൊക്കെ. കാരണം ഈ പറഞ്ഞ പോലെ 5:30 മണിക്ക് പോകേണ്ട സ്ഥലത്ത് എന്നേക്കാളും മുമ്പ് എണീറ്റ് ലൊക്കേഷനിലെത്തുകയും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അദ്ദേഹം അതിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ സംഘടന എല്ലാവരോടും പറഞ്ഞു. കാരണം നമ്മൾ അന്ന് പറഞ്ഞ വളരെ കറക്റ്റാണ്. നമ്മളന്ന് എടുത്ത തീരുമാനങ്ങളും വളരെ നല്ലതാണ്. ഇനിയുള്ള കാലം ഈ ഷെയ്ൻ്റെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു എനിക്ക് യാതൊരു വ്യത്യാസമില്ല. ഇത് ഞാൻ വളരെ വ്യക്തമായിട്ടാണ് പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മീറ്റിങ്ങിലും ഞങ്ങളുടെ സംഘടനയുടെ മീറ്റിങ്ങിലെല്ലാം പറഞ്ഞതാണ്. ഒരാളെ കുറിച്ച് നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് കാണിച്ച